കാട്ടാന ആക്രമണത്തിൽ വയനാട് സുൽത്താൻ ബത്തേരിക്ക് സമീപം ക്ഷീരകർഷകന് പരിക്കേറ്റു. വീട്ടിക്കുറ്റി ഉന്നതിയിലെ ശശിക്കാണ് പരിക്ക്. പുലർച്ചെ പാലളക്കാൻ പോകുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഒരു മഴയുണ്ടായിരുന്നു. മഴയും കുടയും പിടിച്ച് ഞാൻ പോകുമ്പോൾ ബേക്കിന്ന് വീടിൻ്റെ തൊട്ടരിയുന്നതിന് ആന ഓടിച്ചു വന്ന് ഒരു പാലുണ്ട്. അപ്പോൾ ഞാൻ പാലം കയറാൻ വേണ്ടി ഓടാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ തിന്നറ് വീണു. പിന്നെ വീണ ശേഷം അപ്പോൾ ആന വന്ന് ഒരൊറ്റ തട്ടി. അപ്പോൾ ഒരു കുഴിയിലേക്ക് വീണു. കുഴിയിലേക്ക് വീണപ്പോൾ ആന ഒരു കുത്തി. അപ്പോൾ കൊമ്പിന് നടുക്കിലായിരുന്നു ഞാൻ. അപ്പോഴത്തെ പട്ടി വന്ന് പട്ടീനെ ഓടിച്ചു. അപ്പോൾ രാവിലെ അവിടെ നിന്ന് എണീച്ചു. മറ്റത് എടുത്ത് പോകുന്ന കാലിനും പുറം, നടുവേദന, കഴുത്തുവേദന അതൊക്കെയാണ്. കാളിദാസൻ ദേവദത്തമുണ്ട് വയനാട്ടിൽ നിന്ന്. കാളിദാസൻ, വിവരങ്ങൾ. ഉന്മേഷ്, ബത്തേരി പഴേരിയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ അപകടങ്ങളിലേക്കൊന്നും എത്തിയില്ല എന്നുള്ളതും ഏറെ ആശ്വാസകരമാണ്. നിലവിൽ ഈ പരിക്കേറ്റ മധ്യവയസ്കൻ പഴേരി വീട്ടുകുറ്റി ഉന്നതിയിലെ ശശി എന്ന ക്ഷീര കർഷകൻ ഇപ്പോൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ 5:30 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പാലളക്കാൻ പോവുകയായിരുന്നു. സാധാരണ ആ സമയങ്ങളിലാണ് ക്ഷീര കർഷകരെല്ലാം പാലെടുക്കാനും പാലളക്കാനും ഒക്കെ തന്നെ പോകാറുള്ളത്. ആ സമയത്താണ് ഇത്തരത്തിൽ കാട്ടാന എത്തിയതെന്നുള്ളതാണ് ഈ നിലവിൽ ചികിത്സയിലുള്ള ശശിയടക്കം പറയുന്നത്. പുറകെ വന്ന് തുമ്പിക്കൈ കൊണ്ട് എറിയുകയായിരുന്നു എന്നുള്ളതും കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ പിന്നാലെ വന്ന് കാട്ടാന കൊമ്പുകൊണ്ട് കുത്താൻ ശ്രമിച്ചു. എന്നാൽ ഈ രണ്ട് കൊമ്പുകൾക്കും നടുവിലായതുകൊണ്ട് കാര്യമായ പരിക്കുകൾ പറ്റിയില്ല. എന്നിരുന്നാലും ഇടത്തുകാലിന് പരിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആനയുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ തുമ്പിക്കൈ എടുത്തെറിയുന്ന ഒരു സാഹചര്യമൊക്കെയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നടുവേദനയുമൊക്കെ ഉണ്ട് എന്നുള്ളതും അവിടെയാണ്. പക്ഷേ കൂടുതൽ പരിക്കുകളിലേക്കൊന്നും എത്തിയില്ല എന്നുള്ളതാണ്. ഉന്മേഷ്, കാളിദാസൻ ദേവദത്തമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.